ഹായ് സുഹൃത്തുക്കളെ, ഞാനും എൻ്റെ അമ്മച്ചിയും എൻ്റെ വീട്ടിലാണ്. അതായത് കുട്ടനാട്ടിലെ വെളിയനാട് നമ്മുടെ വീട്ടിലാണ്, ആലപ്പുഴ. അപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ആണല്ലോ. അപ്പോൾ വെള്ളപ്പൊക്കമായി കഴിഞ്ഞപ്പം എന്താ അച്ചായനും ഉണ്ട്. അപ്പോൾ അച്ചായനും അമ്മയും ഞാനും ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇപ്പം വെള്ളപ്പൊക്കമാണ്. അപ്പം വീട്ടിൻ്റെ മുറ്റത്തേക്കും പറമ്പിലേക്കൊക്കെ വെള്ളം കയറാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ കപ്പ പറിക്കാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ കപ്പ പറിച്ചില്ലെങ്കിൽ കപ്പ വെള്ളം കയറി ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് കപ്പ പറിക്കാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എമേസനുണ്ട്. അദ്ദേഹം കപ്പ പറിക്കുകയാണ്. അപ്പോൾ കപ്പ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞങ്ങളങ്ങ് പറിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലേ കപ്പ നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കപ്പ നമ്മൾ പൊക്കുകയാണ്. കപ്പ അങ്ങനെ പറിക്കുകയാണ്. കപ്പ അത്ര ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും കുഴപ്പമില്ല, നല്ല കപ്പ തന്നെയാണ്. കഴിക്കാൻ നല്ല പാകമായി വരുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2-3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 4 മാസം തികഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കപ്പ തീരെ 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പരുവമായി വരുന്നേ ഉള്ളൂ. എന്നാലും ഉണ്ട്, ചില കപ്പയ്ക്ക് നല്ല നീട്ടം വെച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആയിട്ടില്ല. അപ്പം നമുക്കിപ്പോൾ ഒരു 2-3 ചൂടൊക്കെ പറിച്ചാലേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു നേരത്തേക്കൊക്കെ ആവുള്ളൂ. അപ്പോൾ അത് ഞങ്ങളിപ്പം പറിച്ചെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കപ്പയും അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രമേശൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹമാണ് ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നത്. അപ്പം അദ്ദേഹം വീട്ടിൽ അച്ചായനും അമ്മയും ഒക്കെ ഏത് കാര്യത്തിൽ വിളിച്ചാലും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ അദ്ദേഹം ഏത് കാര്യത്തിനും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം വീടിൻ്റെ ഫ്രണ്ടിൽ ഇതിനോട് ചേർന്ന് തന്നെ പുഴയാണ്, തോടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വടക്ക് സൈഡിൽ, നമ്മുടെ വീടിൻ്റെ വടക്ക് സൈഡിൽ പുഴയാണ്, ഇതിൻ്റെ കിഴക്ക് സൈഡിൽ തോടാണ്. ഇപ്പോൾ ഈ കപ്പ ഇട്ടിരിക്കുന്ന ഭാഗത്ത് തോടാണ്. അദ്ദേഹം ഇപ്പം തോട്ടിൽ ആ കപ്പയൊന്ന് കഴുകിയെടുക്കുകയാണ്. കാരണം ചെളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അദ്ദേഹം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം തന്നെ കുറേ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ. അതായത് പിന്നെ കുറച്ച് തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പുതുതായിട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല കറിവേപ്പുണ്ട്. അതുപോലെ തന്നെ മുളകുണ്ട്. കപ്പ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അദ്ദേഹം. ഇത് നമുക്കൊരു 2-3 ചൂടൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചെറിയ കപ്പയാണ്, കാരണം ഒന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹമാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം എന്നാലും ആ 3 മാസത്തിനുള്ളിൽ തന്നെ അത്രയും പിടിച്ച് കിട്ടിയല്ലോ, അത് വലിയൊരു കാര്യം തന്നെയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് ഇതൊക്കെ. പിന്നെ നമ്മളുടെ ഇപ്പം വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പം വെള്ളം കയറാറാവും. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം വെച്ചിരിക്കുന്ന കറിവേപ്പും കാര്യങ്ങളും, പിന്നെ പ്ലാവ്, പിന്നെ മുളകൊക്കെ ചാക്കിലാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ചാക്കിൽ വെച്ചാലേ പിടിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ചെറിയൊരു മാവ്, അതിലൊക്കെ മാങ്ങയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഏതാണ്ട് തീർന്നു, പറിച്ച് തീരാറായി. കണ്ടോ, മാങ്ങയൊക്കെ താഴെ തന്നെയുണ്ട്. കണ്ടോ മാങ്ങ മുകളിൽ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചങ്ങാതി അടുത്ത കപ്പ പറിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ കുറച്ച് വലിയ കായാന്ന് തോന്നുന്നു അല്ലേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത് വലിയ ചൂട് ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം കിടന്ന് മുക്കുകയാണ്. അദ്ദേഹം അത് പറിക്കാനായിട്ട് ഇച്ചിരി പാടുപെടുന്നുണ്ട്. അത് ഇച്ചിരി വലിയ ചൂട് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ 3 മാസമേ ആയുള്ളൂ. അതാണ് നമുക്ക് സങ്കടം. കാരണം അതിന് മുമ്പ് വെള്ളം വന്ന് എന്ത് ചെയ്യാനാ. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടണമെങ്കിൽ 6 മാസം നിന്നാലേ കപ്പ വലുതാവുള്ളൂ. പക്ഷേ കപ്പയായി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല കപ്പ പിടിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പറിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പം കപ്പ പറിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് കപ്പ ഇങ്ങനെ പറിക്കുകയാണ്. കാരണം അല്ലാതെ നിവൃത്തിയില്ല. ഇത് 6 മാസം കഴിഞ്ഞ് പറിക്കുകയാണെങ്കിൽ നല്ല കപ്പ കിട്ടിയേനെ. അപ്പോൾ ഇപ്പോൾ അതിന് വേറെ മാർഗമില്ല, നമുക്കിപ്പോൾ പറിച്ചെടുക്കാതെ വേറെ രക്ഷയില്ല. അപ്പോൾ ഇത് വലിയ കപ്പയാണ് കേട്ടോ. ഈ രണ്ടാമത്തെ നമ്മളിപ്പോൾ പറിച്ചത് ഒരുവിധം വലിയ ചൂട് തന്നെ. പക്ഷെ ഇത് കറക്റ്റ് ഒരു 6 മാസമായിരുന്നെങ്കിൽ അടിപൊളി കപ്പയായേനെ. പക്ഷെ എന്താ ചെയ്യുക, ഇത് നമുക്ക് നേരത്തെ പറിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം വെള്ളം വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അമ്മച്ചിയോട് നമുക്ക് ചോദിക്കാം. അമ്മച്ചി ഇപ്പൊ പറിച്ച, അതെ അമ്മച്ചി ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കപ്പ പുഴുങ്ങുകയാണോ വേവിക്കുകയാണോ? അമ്മച്ചിയുടെ ഇഷ്ടം വേവിക്കുക എന്നാണ്. അച്ചാച്ചിക്കും വേവിക്കുന്നതാണ് ഇഷ്ടം. എന്നാലും ഞങ്ങൾ പുഴുങ്ങും കേട്ടോ, കുറച്ചെടുത്ത് പുഴുങ്ങും. എന്നാലും മേടിച്ച് കറി വെക്കുക, മീൻകറി.
ആ പറയ്. അപ്പൊ നമുക്ക് രമേശ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കുറച്ച് മീൻകറി അല്ലേ? ആ കപ്പയും മീനോ അല്ലെങ്കിൽ കപ്പ ഇറച്ചിയോ ആണ് അതിന്റെ കോമ്പിനേഷൻ. രമേശൻ അങ്ങനെ ഒരു അഭിപ്രായം കൂടെ പറയുന്നുണ്ട്. മഴയല്ലേ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് അപ്പൊ അതും ഒരു കോമ്പിനേഷനാണ് രമേശ പറയുന്നത്. കപ്പ വെട്ടുകയാണ്, അത് നമ്മൾ വെട്ടിയെടുക്കാം. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. കാരണം വെള്ളം വരുമല്ലേ. അപ്പോൾ അതിന് പറിച്ചെടുക്കാതിരുന്നാൽ അത് നഷ്ടപ്പെട്ടു പോകും. കാരണം പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതെ അതെ ഉണ്ട്, കപ്പയുണ്ട്, ചൂട് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ ഇതാണ് സംഭവം. കാരണം 3-ാം മാസം പറിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് 4 മാസത്തിലേക്ക് കടക്കാൻ പറ്റിയില്ല. അപ്പൊ അതാണ് സംഭവം. ഇതാ അദ്ദേഹം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അച്ചാജിക്ക് എങ്ങനെ കപ്പ എന്താ വേണ്ടേ? വേവിക്കണോ? ആ അപ്പോ നമുക്കെന്തായാലും കപ്പ വേവിച്ച് മീൻകറി കൂടെ എന്നാ വെക്കാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞങ്ങള് കപ്പയൊക്കെ റെഡിയാക്കട്ടെ. അപ്പൊ അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങള്.